നിങ്ങൾ വൈകുന്നേരം 7 മണിക്ക് ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വെച്ചാൽ അതാണ് ഈ നാടിന്റെ ചർച്ച എന്ന് നിങ്ങൾ കരുതിയാൽ ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? അല്ലാതെ അങ്ങനെ ജനങ്ങൾക്കിടയിലോ അണികൾക്കിടയിലോ ഒരു ചർച്ചയില്ല, ഒരു ക്ലാരിറ്റി ഉണ്ട്. ജനത്തിന്റെ ഇടയിലുള്ള ഇപ്പൊ ചർച്ച പിണറായി സർക്കാർ ഒന്ന് പോയി കിട്ടണം. പിണറായി സർക്കാർ പോയാൽ ആരുടെ സർക്കാർ വരും? അതാണ് എന്റെ ഒരു ചർച്ചയുണ്ട്. ഇപ്പോഴുള്ള ചർച്ച അതാണ്. ഇപ്പോ ചാനലുകൾക്ക് 7:30 8 മണിക്കും ഒക്കെ വിഷയമില്ലാത്തതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ ഒരു ആരോപണം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ 2015 ഈ ചർച്ചയെങ്കിൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഉത്തരം എനിക്കുണ്ടായിരുന്നു, താങ്കൾക്കുണ്ടായിരുന്നു. 2019 20 ആയിരുന്നു ഈ ചർച്ചയെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഉത്തരം UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നമുക്കുണ്ടായിരുന്നു. ശരി, പറയൂ, ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു ക്ലാരിറ്റി കുറവില്ലെങ്കിൽ ശ്രീ ഷാഫി ചാലിയും പറയൂ, 2026 UDF മുഖ്യമന്ത്രി മുഖം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് തരും, ഞങ്ങൾ അതാണ്ട് അംഗീകരിക്കും. എന്താ സംശയം? അല്ല, ആരാത്? അത് ആരാകട്ടെ, ഇതാണ് ലീഡർഷിപ്പ് ഉണ്ട്, അവരൊരാളെ സെലക്ട് ചെയ്യും. അല്ല, അതൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് ചടങ്ങല്ലേ. ഞാൻ പറയട്ടെ, MLA അല്ല ഞാൻ പറയട്ടെ അഭിലാഷേ, അല്ല, എന്റെ ചോദ്യം താങ്കളുടെ മനസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അതിലൊന്നും ആർക്കും. ഞാൻ എന്റെ മറുപടി കൂടി കേൾക്കൂ. ഇപ്പൊ അല്ല, ഞാൻ പറയട്ടെ, മറുപടി പറയാം. നമ്മളെ ഈ പാനലിൽ ഇരിക്കുന്ന രാജു പി നായർ, അദ്ദേഹം MLA അല്ല. നാളെ ഹൈക്കമാൻഡ് 2026 രാജു പി നായരാണ് മുഖ്യമന്ത്രിയായിട്ട് തന്നതെങ്കിൽ എന്താ അത്ര സംശയം? ഞങ്ങൾ സ്വീകരിക്കും. AK ആന്റണിക്ക് തിരൂരങ്ങാടി കൊണ്ടുപോയി മത്സരിച്ച് അസംബ്ലിയിൽ എത്തിച്ചതുപോലെ ഞങ്ങളടുത്ത് സുരക്ഷിത മണ്ഡലങ്ങളിൽ രാജു പി നായരെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിക്കും. ഞങ്ങൾക്ക് ആരെന്നുള്ളല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഞങ്ങളെ നയിക്കുന്നത്. അവരാണ് മുഖ്യ കക്ഷി. അവർ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ പാർട്ടിയാണ്. ആ പാർട്ടി ഒരു നേതാവിനെ തരും, അതിനെ സ്വീകരിച്ച ചരിത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട.